ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. പ്രഗ്നൻസിയിൽ 17ാമത്തെ ആഴ്ച വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിൻ്റെ വളർച്ച അമ്മമാർ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോ വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രഗ്നൻസിയുടെ വീക്ക് ബൈ വീക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് 18th വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച ഈ വീക്കിൽ 18th വീക്കിൽ എങ്ങനെയായിരിക്കും, അമ്മമാർ എന്തൊക്കെയാണ് ഈ വീക്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. 18th വീക്ക് എന്ന് പറയുമ്പോൾ കരുതലും ശ്രദ്ധയോടും കൂടിയുള്ള ഒരു സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കൗതുകത്തോടെയാണ് അമ്മമാർ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് 18th വീക്ക് എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ വളർച്ച 18th വീക്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അതായത് അസ്ഥികൾ കൂടുതൽ ബലപ്പെടാൻ തുടങ്ങും. ഈ പ്രക്രിയയാണ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോളർ ബോണ്, കാലിൻ്റെ അസ്ഥികൾ, അകത്തെ ചെവിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞ് അസ്ഥികൾ എന്നിവയൊക്കെയാണ് ബലപ്പെടുന്നത്. ദഹന വ്യവസ്ഥ വേഗത്തിലാകുന്നത് ഈ ടൈമിലാണ്. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിഴുങ്ങുന്നതിലൂടെ അത് ആമാശയത്തിലൂടെയും കുടലിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ ദ്രാവകം കുടലിലെ നിർജീവ കോശങ്ങളുമായിട്ടും സ്രവങ്ങളുമായിട്ടും ചേർന്ന് മെക്കോണിയം രൂപപ്പെടും. ഈ മെക്കോണിയാണ് സാധാരണ കുഞ്ഞ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് മോഷൻ, അതായത് ഡാർക്കായിട്ടിരിക്കുന്നത്, ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു മോഷനായിട്ട് മാറുന്നത് ഈ മെക്കോണിയാണ്. അതുപോലെ തന്നെ മസ്തിഷ്കം അതിവേഗം വികസിപ്പിക്കും. അതുപോലെ തന്നെ പുറത്തുള്ള ശബ്ദങ്ങൾ കുഞ്ഞിന് കേൾക്കാൻ സാധിക്കും. കുഞ്ഞിൻ്റെ ചർമ്മത്തിൽ വെർണിസ് കസോസ എന്ന വെളുത്ത ഒരു മെഴുക് പദാർത്ഥം കവർ ചെയ്തിരിക്കും. ഇതൊരു മോയ്സ്ചറൈസറായിട്ട് തന്നെ പ്രവർത്തിച്ച് അതിലോലമായിട്ടുള്ള കുഞ്ഞിൻ്റെ ചർമ്മത്തെ അമ്നോട്ടിക് ദ്രാവകത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. 18ാമത്തെ ആഴ്ച ഓടുകൂടി കുട്ടിയുടെ ലിംഗഭേദം അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ആ ബാഹ്യജനേന്ദ്രിയങ്ങൾ വികസിച്ചു തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും 18th വീക്കിൽ കുഞ്ഞിനുണ്ടാവുന്ന വളർച്ച എന്ന് പറയുന്നത്. ഇനി അമ്മമാർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് തളർച്ച അനുഭവപ്പെടാം, ക്ഷീണം അനുഭവപ്പെടാം, തലകറക്കം ഉണ്ടാവാം, ഷുഗറും BP ഒക്കെ ഈ സമയത്ത് പ്രത്യേകം കൺട്രോളിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയൊക്കെ അളവ് ഡോക്ടറായിട്ട് ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റേതായിട്ടൊരു കൺട്രോളായിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാലുകളിൽ വേദന ഉണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പേ കാലുകൾ കുറച്ച് സ്ട്രെച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ചെറിയ മസാജൊക്കെ ചെയ്യുന്നതൊക്കെ ഏറെ നമുക്ക് ഈ വേദനയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന ടൈമിൽ തന്നെ ഡോക്ടറിനെ പോയി കാണുക. കണ്ട് ചെക്കപ്പ് പറയുന്ന ഡേറ്റിൽ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഒരിക്കലും അത് വൈകിപ്പിക്കാതിരിക്കുക. പിന്നെ ഉള്ളത് പ്രത്യേകം ഫുഡിൻ്റെ കാര്യത്തിൽ കഴിവതും ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക. വീട്ടിലുള്ളതായിട്ടുള്ള തന്നെ ഫുഡുകളും അതേപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ളതും വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക. കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഓരോ വീക്ക് കഴിയുന്തോറും പ്രത്യേകം ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന ടൈമിൽ തന്നെ ചെക്കപ്പൊക്കെ ചെയ്യുക, ഡോക്ടറെ പോയി കാണുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സഹിച്ചിരിക്കല്ലേ. ചിലപ്പം വീട്ടിൽ മുതിർന്ന ആൾക്കാർ പറയുമായിരിക്കും ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് 18th വീക്കിൻ്റെ കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ 19th വീക്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റി പറയുന്നതാണ്. താങ്ക് യു.